ഇപ്പോൾ വാഹനങ്ങൾ പ്രദേശത്ത് നിർത്തിയുള്ള വാഹനങ്ങളൊക്കെ തകർക്കുകയാണ്. ആന നേരത്തെ ഒരാൾക്ക് മരണമടക്കം സംഭവിച്ചിരുന്നു. ആനയെ തളയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും വിഫലമായി തുടരുകയാണ്. 2 മണിക്കൂറിലായിട്ട് ഇതാണ് അവസ്ഥ. ആനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. എത്ര തന്നെ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞാലും അവർക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ വീണ്ടും വീണ്ടും ആനക്കലി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴാ ഉണ്ടായിരിക്കുന്നത് അങ്കമാലി കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് ലോറി ഡ്രൈവറായ വിഷ്ണു കൊല്ലപ്പെടുകയും പാപ്പാന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവം കേരളത്തെ ആകെ വീണ്ടും നടുക്കിയിരിക്കുകയാണ്. അടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം വിശ്രമത്തിനായി എത്തിച്ച ആനയാണ് പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ പ്രകോപിതനായത്. ആനയെ തളയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലുണ്ടായ ആക്രമണത്തിൽ വിഷ്ണു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ആനയെ നിയന്ത്രിക്കാൻ ശ്രമിച്ച പാപ്പാനായ കൊല്ലം സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റതോടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. പാപ്പാൻ പ്രദീപിനെയാണ് ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പരിഭ്രാന്തനായ ആന സമീപത്തുണ്ടായിരുന്ന കാറ്, പിക്കപ്പ് വാന്, ഓട്ടോറിക്ഷ, ജനറേറ്റർ എന്നിവയെല്ലാം തകർക്കുന്ന സാഹചര്യമുണ്ടായി. മണിക്കൂറുകൾ നീണ്ട ഭീതിക്കും അനിശ്ചിതത്വത്തിനുമെല്ലാം ഒടുവിലാണ് എലിഫന്റ് സ്ക്വാഡും അതുപോലെ RRT സംഘം അടക്കമുള്ളവരും എത്തി ആനയെ മയക്ക് വെടിവെച്ച് തളച്ചിരിക്കുന്നത്. നമുക്കാദ്യം ആനയിടഞ്ഞ ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. അങ്കമാലി കിടങ്ങൂരിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞ് ഇപ്പോൾ ഒരാളെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിലധികമായിട്ട് ആന ഇവിടെ വിരണ്ടു നിൽക്കുകയാണ്. ആനയെ തളക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കോർണാട്ടിൽ നിന്ന് RRT സംഘം അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്താണ് ആന ഇടഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറിലായിട്ട് ഇതാണ് അവസ്ഥ. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഒരാൾ മരിച്ചിട്ടുമുണ്ട്. കൊല്ലം സ്വദേശി വിഷ്ണു ആണ് മരിച്ചത്. ഒരു ലോറി ഡ്രൈവറാണ്. രണ്ടാം പാപ്പാൻ പ്രദീപിനെ പരിക്കേറ്റ് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ 2 മണിക്കൂറിലധികമായിട്ട് ഈ സ്ഥിതി ഇവിടെ തുടരുകയാണ്. ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത് ആന വിരണ്ട് തന്നെ നിൽക്കുകയാണ്. തളക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇതുവരെയും വിജയത്തിലെത്തിയിട്ടില്ല. ആന ഇപ്പോഴും വിരണ്ട് തന്നെ നിൽക്കുകയാണ്. എറണാകുളം അങ്കമാലി കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന കുളിപ്പിക്കുന്നതിനിടെയാണ് വിരണ്ടോടിയത്. തുടർന്ന് 2 വാഹനങ്ങൾ തകർക്കുകയും ഒരാളെ കൊല്ലുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വാഹനങ്ങൾ പ്രദേശത്ത് നിർത്തിയുള്ള വാഹനങ്ങളൊക്കെ തകർക്കുകയാണ്. ആന നേരത്തെ ഒരാൾക്ക് മരണമടക്കം സംഭവിച്ചിരുന്നു. ആനയെ തളയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും വിഫലമായി തുടരുകയാണ്. 2 മണിക്കൂറിലായിട്ട് ഇതാണ് അവസ്ഥ. അങ്ങനെ പോണല്ലോ എൻ്റെ ദൈവമേ. ആ പൈപ്പുമ്മയ്ക്ക് അല്ല എന്നാ ശ്രദ്ധ മാറ്റാൻ ഇവരിതിലെ കൊണ്ടിട്ടും ഇവർ പണിയിട്ടുണ്ടായതിനു വേണ്ടിയാ ഒരു പാമ്പുണ്ടതാ. ഇപ്പോൾ ക്ഷേത്ര പരിസരം നിർത്തിയിരുന്ന വാഹനം പൂർണ്ണമായിട്ടും തകർത്തിരിക്കുകയാണ്. കേരളത്തിന്റെ ഉത്സവ ചരിത്രത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രക്തരൂക്ഷിതമായ അധ്യായങ്ങളൊന്നായി കിടങ്ങൂരിലെ ദുരന്തവും മാറിയിരിക്കുകയാണ്.
ആനപ്രേമം എന്ന ലഹരി നാടാകെ ആഘോഷിക്കപ്പെടുമ്പോൾ ആ ആവേശത്തിന് പിന്നിൽ എത്രത്തോളം ക്രൂരതയും അശാസ്ത്രീയതയും ഒളിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. ഗജരാജ പ്രൗഢി എന്നും ആനച്ചന്തമെന്നും നാം വിളിച്ചുകൊണ്ട് പാടുന്ന അല്ലെങ്കിൽ നാം നിലവിളിച്ച് പാടുന്ന ഈ സംഗതി യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങളെ അവയുടെ സ്വാഭാവിക പ്രകൃതിയിൽ നിന്നും അടർത്തി മാറ്റി പീഡിപ്പിക്കുന്നതിൻ്റെ പരിസമാപ്തി കൂടിയാണ്. യുവാവായ വിഷ്ണുവിന് ജീവൻ നഷ്ടപ്പെട്ടതും പാപ്പാന്റെ ജീവൻ അപകടത്തിലായതും കേവലം യാദൃച്ഛികമായ ഒന്നല്ല, മറിച്ച് നിലനിൽക്കുന്ന ആനപരിപാലന രീതിയിലെ പരാജയം കൂടിയാണ്. പഴയകാലത്ത് ആനകളും മനുഷ്യരും തമ്മിൽ നിലനിന്നിരുന്ന ആ ഒരു ആത്മബന്ധം ഇന്ന് അന്യായമായി കൊണ്ടിരിക്കുക കൂടിയാണ്. മുൻകാലങ്ങളിൽ ഒരു ആനയെ വർഷങ്ങളോളം ഒരേ പാപ്പാൻ തന്നെ പരിചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ആനകൾ വെറും വാണിജ്യ വസ്തുക്കളായി മാറുന്ന സാഹചര്യമാണുള്ളത്. ആനപ്രേമം എന്ന പേരിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ശുദ്ധമായ വിരോധാഭാസങ്ങൾ കൂടിയാണ്. ആനയുടെ തലപ്പൊക്കവും കൊമ്പിന്റെ ലക്ഷണങ്ങളും നോക്കി ഫാൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ യുദ്ധം ചെയ്യുന്നവർക്ക് ഈ മൃഗം അനുഭവിക്കുന്ന നരകയാതനകൾ കാണുന്നുമില്ല, അവർ അറിയുന്നതുമില്ല. ആനയെ കൊണ്ട് സല്യൂട്ട് അടുപ്പിക്കുന്നത് കാണുമ്പോൾ ആവേശം കൊള്ളുന്നവർ അത് ചെയ്യിപ്പിക്കാനായി ആനയുടെ മർമ്മങ്ങളിൽ തോട്ടിക്കൊണ്ട് എത്രത്തോളം കുത്തി വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാറേയില്ല. ആനയുടെ വാലിലെ രോമം ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് അത് പിഴുതെടുക്കുന്ന ക്രൂരത വരെ ഈ ആനപ്രേമികൾ കാട്ടിക്കൂട്ടാറുമുണ്ട്. ഭക്തിയുടെ പേരിൽ നടക്കുന്ന ഈ എഴുന്നള്ളത്തുകൾ യഥാർത്ഥത്തിൽ മൃഗപീഡനത്തിന്റെ അങ്ങേയറ്റം കൂടിയാണ്. കത്തുന്ന വെയിലിൽ കിലോമീറ്ററോളം ചുട്ടുപൊള്ളുന്ന ടാർ റോഡിലൂടെ നടത്തുകയും മണിക്കൂറോളം ഒരേ നിൽപ്പ് നിൽക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ചെവി തുളയ്ക്കുന്ന മേളങ്ങളും വെടിക്കെട്ടുകളും കൊണ്ട് ആനയെ വിറപ്പിക്കുക എന്നിവയൊക്കെ ഭക്തിയുടെ ഭാഗമാണെന്ന് പറയുന്നത് എത്രത്തോളം വിരോധാഭാസമാണെന്ന് നാം ഒന്ന് ആലോചിക്കുന്നത് കൂടി നല്ലതാണ്. ആന ഉടമകൾക്ക് ആന എന്നത് കേവലം ഒരു പണം കായ്ക്കുന്ന യന്ത്രം മാത്രമാണ്. ഒരു സീസണിൽ പരമാവധി ഉത്സവങ്ങളിൽ ആനയെ പങ്കെടുപ്പിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ആനയുടെ ഉറക്കമോ വിശ്രമമോ ഭക്ഷണമോ പോലും ആരും പരിഗണിക്കാറില്ല. ഒരു സ്ഥലത്ത് എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സ്ഥലത്തേക്ക് ലോറിയിൽ തളച്ചിട്ടെത്തിക്കുന്നു. ഈ യാത്രയും ശബ്ദകോലാഹലങ്ങളും ആനയുടെ മാനസികാരോഗ്യം പൂർണ്ണമായി തകർക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. കിടങ്ങൂരിൽ ആനയെ മയക്ക് പിടിച്ച് തളയ്ക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു എന്നത് ആനയുടെ പ്രകോപനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നത് കൂടിയാണ്. വിഷ്ണുവിന്റെ മൃതദേഹം പോലും മാറ്റാൻ കഴിയാത്ത വിധം ആന അക്രമാസക്തനായത് ഭീകരമായ കാഴ്ച കൂടിയായിരുന്നു. ഇത് ഭക്തിയുടെയോ ആചാരത്തിൻ്റെയോ ഭാഗമാണെന്ന് ഇനി നമുക്ക് വിശ്വസിക്കാനുമാകില്ല. ആ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയേക്കാൾ വലുതല്ല യാതൊരു ആഘോഷം എന്നുകൂടി നാം ഇനിയെങ്കിലും മനസ്സിലാക്കണം. കേരളത്തിൻ്റെ പല പ്രമുഖ ക്ഷേത്രങ്ങളും ഇപ്പോൾ ആനകൾക്ക് പകരം റോബോട്ടിക് ആനകളെ പരീക്ഷിച്ച് തുടങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും മനുഷ്യരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇത്തരം ശാസ്ത്രീയമായ മാറ്റങ്ങൾ അനിവാര്യം കൂടിയാണ്. ആനയിടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ നിയമങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കുന്നതും വാചാലരാകുന്നതും. വനം വകുപ്പിൻ്റെ പരിശോധനകൾ പലപ്പോഴും പ്രഹസനമായി മാറാറുമുണ്ട്. ആനകളുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാറുമില്ല. ആനപ്രേമം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തള്ളലുകൾക്ക് പിന്നിലെ ക്രൂരത തിരിച്ചറിയാൻ പൊതുസമൂഹം ഇനിയെങ്കിലും തയ്യാറായേ മതിയാകൂ. ആന ഒരു വന്യമൃഗമാണെന്നും അതിനെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥ മൃഗസ്നേഹമെന്നും അല്ലെങ്കിൽ യഥാർത്ഥമായ മൃഗസ്നേഹമെന്നും നാം മനസ്സിലാക്കേണ്ടത് കൂടിയുണ്ട്. കിടങ്ങൂരിലെ അപകടം ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയം കൂടിയാണ്. ഇനിയൊരു വിഷ്ണു കൂടി നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ആനകളെ എഴുന്നള്ളിക്കുന്ന രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആനയെ പ്രദർശിപ്പിക്കുന്നത് ഭക്തിയുടെ അടയാളമാണെന്നും അത് പീഡനത്തിൻ്റെ പ്രകടനമാണെന്നും വിശ്വാസികൾ തന്നെ തിരിച്ചറിയുകയും വേണം. കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഇത്തരമൊരു ദുരന്തം ഇനിയെങ്കിലും ആവർത്തിക്കാത്ത വിധം കർശനമായ നിയമനിർമ്മാണവും അത് നടപ്പിലാക്കാനുള്ള ആർജവുമാണ് അധികൃതരിൽ നിന്നുണ്ടാകേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നമുക്കറിയാം ആനയ്ക്ക് പോലും ഫാൻസ് അസോസിയേഷനുള്ള നാടാണ് നമ്മുടേത്. രാമന് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഒട്ടേറെ പേര് നാം കാണുന്നതാണ്. ഈ രാമനുണ്ടായ അല്ലെങ്കിൽ രാമനുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്ന് കൂടി നാം ഇവിടെ ആലോചിക്കണം. പക്ഷെ എന്നാൽ അതൊന്നും ആലോചിക്കുന്നില്ല. രാമനെ കാണാൻ വേണ്ടി ആയിരങ്ങൾ ഓടിയെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ അത്തരത്തിലുള്ള അപകടങ്ങൾ എത്രത്തോളം ഉണ്ടായിട്ടെന്ന് നമുക്കറിയാം. ഉത്സവപ്പറമ്പുകളിൽ ആനയിടഞ്ഞുണ്ടായ പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഓരോ ഉത്സവകാലങ്ങളിലും നിരവധി പേർക്ക് ആനയിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, നിരവധി പേർ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, നിരവധി പേർക്ക് അംഗവൈകല്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നാം ഒന്ന് ആലോചിക്കണം. ഇവിടെ ഓരോ തവണയും ഉത്സവപ്പറമ്പുകളിൽ ആനയിടഞ്ഞുണ്ടാകുന്ന വിഷയങ്ങളിലെല്ലാം ഇവർ പറഞ്ഞു വെക്കുന്ന അല്ലെ ആനപ്രേമികളെന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ഈ പുങ്കവന്മാർ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് അറിയുമോ? അവർ പറയുന്നത് ഇവിടെ അത് ആനയുടെ കുറുമ്പാണ്, അല്ലെങ്കിൽ കുട്ടിശേഖരം മുതൽ ഇങ്ങോട്ട് രാമൻ വരെയുള്ള ഓരോ പേരുകൾ എടുക്കാം. ഓരോ ആനയുടെ പേരുകൾ പറയുമ്പോഴും അതെല്ലാം അവർ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം ഈ ആന ഇടഞ്ഞുണ്ടാകുന്ന സംഭവങ്ങളെല്ലാം ഇവർ നിസ്സാരവൽക്കരിക്കുകയും അതിനൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നത് അത് ആനയുടെ കുറുമ്പുകൾ മാത്രമാണ്, ആന കാണിച്ച കുറുമ്പുകളെന്നാണ്. അങ്ങനെ അംഗവൈകല്യം വന്നവരും അതുപോലെയാണ്.
അതുപോലെ തന്നെ മരിച്ചു വീണവർ ഒട്ടനവധി പേരാണ്. നമുക്കറിയാം. അതുപോലെ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആന ഉണ്ടാക്കിയതും ആനക്കല്ലിട്ടതുമായി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ മയക്കുപിടിയേറ്റ് വീണ ആ ഒരു ആന എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. നമ്മുടെ അന്ധമായ ആവേശങ്ങൾക്കും അതുപോലെ അവയെ തളയ്ക്കാൻ വൈകിയ വേളയിലുള്ള ശ്രമങ്ങൾക്കുമെല്ലാം ഇടയിലുള്ള ദയനീയ ചിത്രം കൂടിയാണ് അതുണ്ടാകുന്നത്. നമ്മുടെ ഓരോ ഉത്സവങ്ങൾ എടുക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ എപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ടോ ആ ഉത്സവങ്ങളെല്ലാം ഒരു തവണയെങ്കിലും ആനയിടഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, വാർത്തയായിട്ടുള്ളതാണ്, വിവാദങ്ങളായിട്ടുള്ളതാണ്, മരണം സംഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും അങ്ങനെ ഓരോ തവണയും ഉത്സവകാലങ്ങളിൽ ആനയിടഞ്ഞുണ്ടാകുന്ന കാര്യങ്ങൾ നിരവധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പടക്കത്തിൻ്റെ കാര്യത്തിലും. ഇവ രണ്ടും ഓരോ ഉത്സവകാലങ്ങളിലും അപകടത്തിൻ്റെ ഭീതി വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഉത്സവങ്ങൾ എപ്പോഴും ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും കൂട്ടായ്മയുടെയും നാളുകളായി മാറുന്ന സാഹചര്യമാണ്. എന്നാൽ അതിപ്പോൾ മാറി ഭീതിയുടെയും മരണത്തിൻ്റെയും അപകടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ചോരയുടെയും കാലങ്ങളായി മാറുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടം നടന്നിട്ട് ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഇപ്പോഴത്തെ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ന് തന്നെ സംഭവിച്ചിരിക്കുന്ന ആയിക്കോട്ടെ ആനയിടഞ്ഞുള്ള വിഷയത്തിൽ വിഷ്ണു എന്ന ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണക്കാരാരാണെന്ന് കൂടി നാം ഒന്ന് മനസ്സിലാക്കണം. ആ മിണ്ടാപ്രാണിയെ ഇങ്ങനെ ക്രൂരമായി വേദനിപ്പിച്ച് പീഡിപ്പിച്ച് നടത്തുന്ന ആ ക്രൂരപീഡനത്തിൻ്റെ ഇരകളായി മാറുന്നതായിക്കോട്ടെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ കൂടിയാണെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം. ഇനിയെങ്കിലും നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുന്ന ഈ മലയാളികൾ ഇടയ്ക്കെങ്കിലും ആ പ്രബുദ്ധത വെച്ചൊന്ന് ആലോചിക്കണം. എന്താണ് ഉത്സവത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ആ ഒരു പാവം മിണ്ടാപ്രാണിയോട് കാട്ടിക്കൂട്ടുന്ന ക്രൂരത എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇല്ലാത്ത പക്ഷം ഇനിയും 1000 വിഷ്ണുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് കൂടി നാം ഇവിടെ മനസ്സിലാക്കണം.